സാർ, ഇപ്പം ഈ പശ്ചിമേഷ്യയിലൊക്കെ നടക്കുന്ന ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് അമേരിക്കയിൽ നിന്ന് ഇസ്രയേൽ യുറേനിയം മോഷ്ടിച്ചോ? അങ്ങനെ സംഭവം ഉണ്ടായോ? അങ്ങനൊരു സംഭവമുണ്ട്. അത് അമേരിക്കയിൽ നിന്ന് ഈ ഇസ്രയേൽ അവർ മറ്റേ ആണവ നിലയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് യുറേനിയം കൊള്ളയടിച്ച ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ സംഭവം ദ വേഴ്സ്റ്റ് കെപ്റ്റ് സീക്രട്ട്, ഇസ്രയേൽസ് ബാർഗെയിൻ വിത്ത് ദ ബോംബ് എന്ന് പറഞ്ഞിട്ട് അവനീർ കോഹൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ ആ സംഭവം വിവരിക്കുന്നുണ്ട്. ആ കൊള്ളയ്ക്ക് അന്ന് ഇസ്രയേലിൻ്റെ മൊസാദിൻ്റെ ചാരനായിട്ട് നിന്നയാൾ ഹോളിവുഡിലെ വളരെ അറിയപ്പെടുന്നൊരു നിർമ്മാതാവായിരുന്നു. ആ നിർമ്മാതാവിൻ്റെ പേര് അവ്നോൻ മിൽച്ചൻ. ഈ അവ്നോൻ മിൽച്ചൻ മൊസാദ് ചാരനായിട്ട് ലോസ് ആഞ്ചലസ് ആണല്ലോ ഈ ഹോളിവുഡിൻ്റെ ആസ്ഥാനം. അതെ. ലോസ് ആഞ്ചലസിലെ അദ്ദേഹത്തിൻ്റെ വിപുലമായ ബന്ധങ്ങളൊക്കെ ഈ യുറേനിയം കൊള്ളയടിക്കാനായിട്ട് ഉപയോഗിച്ചു എന്നാണ് ഈ ചരിത്രം. അപ്പോൾ പ്രിറ്റി വുമൺ, LA കോൺഫിഡൻഷ്യൽ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് സ്മിത്ത്, ദി റെവനാൻറ്റ്, 12 years of a slave തുടങ്ങിയ പ്രസിദ്ധമായ സിനിമകളുടെയൊക്കെ നിർമ്മാതാവാണ് ഈ മിൽച്ചൻ. മിൽച്ചനായിരുന്നു ഇതൊക്കെ ഇണക്കിക്കൊടുത്ത അന്നത്തെ മൊസാദ് ചാരൻ. ഇതൊക്കെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആണവ സാങ്കേതിക വിദ്യ, യുറേനിയം, ആണവ സാങ്കേതിക വിദ്യയും ചില ബ്ലൂ പ്രിൻ്റുകൾ, സെൻട്രിഫ്യൂജുകളാണല്ലോ ഈ സമ്പുഷ്ടീകരണം നടത്തുന്നത്. ഈ സെൻട്രിഫ്യൂജുകളുടെ ബ്ലൂ പ്രിൻ്റുകളൊക്കെ എടുത്തു കൊടുത്തു ഈ ഹോളിവുഡ് നിർമ്മാതാവ് എന്നാണ് കഥ. ലോസ് ആഞ്ചലസിലെ ബന്ധങ്ങൾ വഴി ഇസ്രയേൽ 1948 മുതൽ തന്നെ, 1948 ഇസ്രയേൽ ഉണ്ടാകുന്നത്. 1948 മുതൽ തന്നെ ഒരു അണുബോംബ് വേണം. സത്യത്തിൽ അണുബോംബുള്ള രാജ്യമാണ് ഇസ്രയേൽ, പക്ഷെ പരസ്യപ്പെടുത്തിയിട്ടില്ല. അവർക്കില്ലാത്തത് കൊണ്ട് അവർ ഈ ഇസ്ലാമിക ബോംബുകളൊക്കെ തകർക്കുന്നു, ഇസ്ലാമിക ബോംബ് ഉണ്ടാകരുതെന്ന് വാശി പിടിക്കുന്നു എന്നുള്ള കഥയാണ് പൊതുവെ കേൾക്കാറ്. ഡിമോണ എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട ഒരു ആണവ നിലയം തന്നെ ഇസ്രയേലിൻ്റെ അകത്തുണ്ട്, നെഗേവ് മരുഭൂമിയുടെ ഭാഗത്ത്. 1948 മുതൽ തന്നെ അണുബോംബിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമം ഇസ്രയേൽ നടത്തുന്നുണ്ട്. ആദ്യത്തെ മറ്റേ ഇസ്രയേലിൻ്റെ പ്രസിഡന്റ് ഡേവിഡ് ബെൻഗൂറിയൻ തന്നെ, ബെൻഗൂറിയൻ്റെ പേരിലാണ് ഇപ്പോൾ അവിടുത്തെ രാജ്യാന്തര വിമാനത്താവളമൊക്കെ. ബെൻഗൂറിയൻ വലിയ വീരപുരുഷനാണ് അവരെ സംബന്ധിച്ച്. അപ്പോൾ ബെൻഗൂറിയൻ തന്നെ ഇതിനു വേണ്ടി ശ്രമങ്ങൾ തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐൻസ്റ്റൈൻ, പിന്നെ ഓപ്പൺഹൈമർ, ഈ അണുബോംബിൻ്റെയൊക്കെ തുടക്കത്തിനൊക്കെ കാരണക്കാരായ ആളുകൾ, ടെല്ലർ, ഇവരൊക്കെ ജൂതന്മാരാണ്. അപ്പോൾ ഈ അണുബോംബിൻ്റെ സീക്രട്ട് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസമുണ്ടാവില്ല എന്നും ബെൻഗൂറിയന് തോന്നി. കാരണം ഇതൊക്കെ കണ്ടുപിടിച്ച ആളുകളുടെ രാജ്യമാണല്ലോ ഇസ്രയേൽ. അപ്പോൾ 1942 ആറ്റമിക് എനർജി കമ്മീഷൻ അവിടെ ഉണ്ടാക്കി ഇസ്രയേലിൽ. 1957 ഫ്രാൻസുമായിട്ട് ഒരു കരാറുണ്ടാക്കി. ഈ ആണവ മറ്റേ പദാർത്ഥങ്ങൾ അല്ലേ, യുറേനിയമൊക്കെ പോലുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസുമായിട്ട് കരാറുണ്ടാക്കി. അങ്ങനെയാണ് നെഗേവിൽ ഈ ഡിമോണ എന്ന് പറഞ്ഞ ആണവ നിലയം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഡിസൈനുമൊക്കെ ഫ്രാൻസാണ് ശരിയാക്കി കൊടുത്തത്. പക്ഷേ ചാൾസ് ഡിഗോൾ മറ്റേ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായപ്പോൾ ഈ സഹകരണം നിർത്തിക്കളഞ്ഞു. ചാൾസ് ഡിഗോൾ 1958 ഇസ്രയേലിന് ഈ ആണവ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നിർത്തി. അപ്പോഴാണ് ഇത് പുറത്തു നിന്ന് എവിടെയെങ്കിലും യുറേനിയം കണ്ടെത്തണം എന്നുള്ള ആവശ്യം ഇസ്രയേലിൻ്റെ മുമ്പിൽ വരുന്നത്. അങ്ങനെയാണ് അമേരിക്കയിൽ നിന്ന് ഈ കൊള്ള നടക്കുന്നത്. അത് 1965 എന്നാണ് ചരിത്രം പറയുന്നത്. 200-600 പൗണ്ട് സമ്പുഷ്ടീകരിച്ച യുറേനിയം പെൻസിൽവാനിയയിലെ അപ്പോളോ
അപ്പോളോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ന്യൂക്ലിയർ മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് കൊള്ള ചെയ്തു. ന്യൂക്ലിയർ മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെൻറ്റ് കോർപ്പറേഷൻ, അതിൻ്റെ ഷോർട്ട് ഫോം ന്യൂമെക് എന്നാണ്. ന്യൂമെക്കിൽ നിന്ന് കൊള്ള ചെയ്തു എന്നുള്ളതാണ്. അത് പിന്നീട് അമേരിക്കയ്ക്ക് അത് വ്യക്തമായിട്ടുണ്ട്. കാരണം 1969 ജൂലൈ 19 കിസിഞ്ചർ, അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവൊക്കെ ആയിരുന്നല്ലോ, കിസിഞ്ചറും ജൂതനാണ്. കിസിഞ്ചർ പറഞ്ഞു സാഹചര്യ തെളിവുകളുണ്ട് ഇങ്ങനെ കൊള്ള ചെയ്തതിന് എന്ന് 4 കൊല്ലം കഴിഞ്ഞ് കിസിഞ്ചർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂമെക്, അതായത് അപ്പോളോയിൽ ന്യൂക്ലിയർ മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെൻറ്റ് കോർപ്പറേഷൻ, ന്യൂമെക്കിൻ്റെ ഉടമസ്ഥൻ സാൽമാൻ ഷാപ്പിറോ അറിഞ്ഞു തന്നെയാണ് ആ കൊള്ള അവിടെ നിന്ന് നടന്നത് എന്നാണ് കഥ. അപ്പോൾ ഇസ്രയേലിൽ ഒരുപാട് ഈ വ്യാജ കമ്പനികൾ ഉണ്ടാക്കിയിട്ടാണ് ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. മെറ്റീരിയൽസ് എക്യുപ്മെൻറ്റ് എക്സ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി തന്നെ ഇസ്രയേലിൻ്റെ അകത്ത് ഉണ്ടാക്കി. 1968 വേറൊരു ഓപ്പറേഷൻ ഇസ്രയേൽ നടത്തി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചും ഉറേനിയം അയിരുമായിട്ട് പോകുന്ന ഒരു കപ്പൽ മൊസാദ് അപ്രത്യക്ഷമാക്കി കളഞ്ഞു. അതിൻ്റെ പേര് മെഡിറ്ററേനിയനിലാണ് അത് നടന്നത്. അതിൻ്റെ പേര് പ്ലംബാറ്റ് ഓപ്പറേഷൻ എന്നാണ്. പ്ലംബാറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിറൈവേറ്റീവാണ് ഇതിൻ്റെയൊക്കെ. അപ്പോൾ യുറേനിയം ഓക്സൈഡ് ആൻറ്റ്വർപ്പിൽ നിന്ന് പല വ്യാജ കമ്പനികൾ ഉണ്ടാക്കിയിട്ട്, എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലെ കമ്പനികളല്ല, യൂറോപ്പിൽ 2-3 സ്ഥലത്ത് ഇസ്രയേൽ കമ്പനികൾ ഉണ്ടാക്കി. ആ കമ്പനികൾ ആൻറ്റ്വർപ്പിൽ നിന്ന് യുറേനിയം ഓക്സൈഡ് വാങ്ങിക്കുന്നു. എന്നിട്ട് ഇത് യെല്ലോ കേക്ക് എന്ന് പറയും യുറേനിയം ഓക്സൈഡിൽ. അത് പ്ലംബാറ്റ് എന്നെഴുതിയ ഡ്രമ്മുകളിലാണ് നിറച്ചത്. അത് ഒരു വ്യാജ ലൈബീരിയൻ കമ്പനി, ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലുകളാണല്ലോ ഇപ്പോഴുമൊക്കെ നമ്മുടെ തീരത്തുമൊക്കെ മറ്റേ കത്തലും മുങ്ങലും ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഒരു വ്യാജ ലൈബീരിയൻ കമ്പനി പാട്ടത്തിന് കൊടുത്ത കപ്പലിലാണ് ഈ ചരക്ക് കയറ്റിയത്. ആ പാട്ടത്തിന് കൊടുത്തത് ഇസ്രയേൽ ഉണ്ടാക്കിയ വ്യാജ കമ്പനികൾക്കാണ് കൊടുത്തത്. ഗനാം, ഇൽനിയ എന്നൊക്കെ പറഞ്ഞ കമ്പനികളൊക്കെ, ആ കമ്പനികൾ ആണ് ഈ കപ്പൽ പാട്ടത്തിന് എടുക്കുന്നത്, വ്യാജ ലൈബീരിയൻ കമ്പനിയുടെ. എന്നിട്ട് റോട്ടർഡാമിൽ വെച്ചിട്ട് ഇസ്രയേൽ മൊത്തം ഈ കപ്പലിലെ ക്രൂവിന് നീക്കി. ആ ക്രൂവിനോട് പറഞ്ഞു കപ്പൽ ഞങ്ങൾ വിറ്റ് കളഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് മുഴുവൻ ഇസ്രയേൽ ക്രൂവിനെ കയറ്റി. എന്നിട്ട് ഇസ്രയേൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇസ്രയേൽ ക്രൂ ഈ കാർഗോ വേറൊരു കപ്പലിൽ കയറ്റി. ആ കപ്പലാണ് ഇസ്രയേലിലേക്ക് പോയത് ഈ യുറേനിയം ഓക്സൈഡുമായിട്ട് ഓപ്പറേഷൻ പ്ലംബാറ്റ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നിർവഹിച്ചത്. അപ്പോൾ ഈ ഹോളിവുഡ് നിർമ്മാതാവ് മിൽച്ചൻ 1965 മൊസാദ് ചാരനായിട്ട് ഇതൊക്കെ കണക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഷിമോൺ പെരസിൻ്റെ വലിയ സുഹൃത്തായിരുന്നു ഈ നിർമ്മാതാവ് ഹോളിവുഡ്. ഷിമോൺ പെരസ് മറ്റേ ഫോട്ടോകൾ, സെൻട്രിഫ്യൂജിൻ്റെ ബ്ലൂ പ്രിൻ്റുകളിലൊക്കെ ഷിമോൺ പെരസിന് ഈ നിർമ്മാതാവ് എടുത്തു കൊടുത്തു. ഇതേ ബ്ലൂ പ്രിൻ്റുകളാണ് പിന്നീട് പാകിസ്ഥാൻ്റെ ആണവ പദ്ധതിയുടെ പിതാവായ AQ ഖാന് കിട്ടിയത് എന്നാണ് ചരിത്രം. ഇതേ ബ്ലൂ പ്രിൻ്റുകൾ, അത് ആണ് AQ ഖാൻ ആ ബ്ലൂ പ്രിൻ്റുകൾ കൊള്ള അടിച്ചിട്ടാണ് ലിബിയയ്ക്കും നോർത്ത് കൊറിയയ്ക്കും ഇറാനും ഒക്കെ കൊടുത്തത്. അപ്പോൾ ഒരേ ബ്ലൂ പ്രിൻ്റിൽ നിന്നാണ് ഇസ്രയേലിൻ്റെയും ഇറാൻ്റെയും ആണവ പദ്ധതികൾ ഉണ്ടായത്. അതാണ് കഥയിൽ നിന്ന് കിട്ടുന്ന കൗതുകം. അതൊരു വലിയ അതിശയകരമായ ഒരു കാര്യം കൂടിയാണല്ലോ അല്ലേ. അമേരിക്കയിലെ ബ്ലൂ പ്രിന്റ് അത് ഇസ്രയേലിന് കിട്ടുന്നു, ഇത് തന്നെ AQ ഖാന് കിട്ടുന്നു, AQ ഖാൻ അത് ഇറാന് കൊടുക്കുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഇസ്രയേലിൻ്റെ കയ്യിലുള്ള ബ്ലൂ പ്രിന്റ് തന്നെയാണല്ലോ ഈ ഇറാനും ഒക്കെ ആണവ പദ്ധതിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഇറാൻ്റെ പല
ആണവ റിയാക്ടറുകളെയും സ്റ്റക്സ്നെറ്റ് എന്ന് പറഞ്ഞ വൈറസ് വേം കൊണ്ട് ആക്രമിക്കാൻ കഴിഞ്ഞത്. സാധനം കയ്യിലിരിക്കുന്നതുകൊണ്ട് ഇവരുടെ റിയാക്ടറുകളൊക്കെ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയുണ്ടല്ലോ. അതുകൊണ്ടാണ് അതെങ്ങനെ ഹാക്ക് ചെയ്യാം എന്നുള്ളത് എളുപ്പമായി ഇസ്രയേലിന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.